COVID-19 കൊറോണ വൈറസ് എന്നെല്ലാം കേൾക്കുമ്പോൾ ഇന്നും ജനങ്ങൾക്ക് ഭയമാണ്. 2020 ജനുവരി 30-നാണ് കേരളത്തിൽ ആദ്യമായി കോവിഡ് രോഗം സ്ഥിരീകരിച്ചത്. വുഹാനിൽ നിന്ന് എത്തിയ വിദ്യാർത്ഥിനിയെ രോഗബാധയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ഫെബ്രുവരി 2-ാം തീയതി ആലപ്പുഴയിലും 3-ാം തീയതി കാസർഗോഡും ഓരോ കേസുകൾ വീതം സ്ഥിരീകരിച്ചു. ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും ആ സമയത്ത് COVID-19 രോഗം റിപ്പോർട്ട് ചെയ്തിരുന്നില്ല. ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ സംഭവിക്കും പോലെ കേരളത്തിലും രോഗം പടരുമോ എന്ന ആശങ്ക ഉയർന്നിരുന്നു. പക്ഷേ ഫെബ്രുവരി 16-ന് 2 രോഗികളും 20-ന് അവശേഷിച്ച 1 രോഗിയും ആശുപത്രി വിട്ടതോടെ കേരളം രോഗവിമുക്തമായി. കുറച്ചു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം മാർച്ച് 8-നാണ് കേരളത്തിൽ രോഗം രണ്ടാമതായി റിപ്പോർട്ട് ചെയ്യുന്നത്. പത്തനംതിട്ട ജില്ലയിൽ 5 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇറ്റലിയിൽ നിന്നെത്തിയ 3 പേർക്കും അവരുടെ 2 ബന്ധുക്കൾക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. ഈ രോഗം വരുത്തിവെച്ച നഷ്ടങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇന്നും വേദനയാണ്. COVID-19 പകർച്ചവ്യാധിക്ക് ശേഷം ചൈനയിൽ മറ്റൊരു വൈറസ് കൂടി അതിവേഗം പടരുന്നത് ആശങ്കകൾക്ക് ഇടയാക്കുന്നു. ഹ്യൂമൻ മെറ്റാപ് ന്യൂമോ വൈറസ് ആണ് ചൈനയിൽ പടർന്നു പിടിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. കൊറോണ മഹാമാരിയെക്കുറിച്ചുള്ള ഭയം ഇതുവരെ ജനങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് മാറിയിട്ടില്ല. അത്തരം ഒരു സാഹചര്യത്തിൽ അപകടകരമായ വൈറസിന്റെ വ്യാപനത്തെക്കുറിച്ച് ആളുകൾ ജാഗ്രത പാലിക്കുന്നു. എന്നാൽ ഇക്കാരണത്താൽ പരിഭ്രാന്തരാകേണ്ടതില്ലെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഈ സമയത്ത് ചൈനയിലേക്കുള്ള യാത്ര അപകടകരമാകുമോ എന്നതാണ് ഇപ്പോഴത്തെ ചോദ്യം. ചൈനീസ് സർക്കാരും ഇക്കാര്യത്തിൽ വിശദീകരണം നൽകിയിട്ടുണ്ട്. എന്നാൽ വിദേശികൾക്ക് യാത്ര ചെയ്യാൻ ചൈന പൂർണ്ണമായും സുരക്ഷിതമാണെന്നാണ് ചൈനീസ് സർക്കാർ പ്രസ്താവനയിൽ പറയുന്നത്. ശൈത്യകാലത്ത് ഇത്തരം ശ്വാസകോശ സംബന്ധമായ അണുബാധകൾ സാധാരണമാണെന്നാണ് ചൈനയുടെ വിദേശകാര്യ മന്ത്രാലയം പറയുന്നത്. ഈ വർഷം വൈറസിന്റെ ഫലപ്രാപ്തി മുമ്പത്തേക്കാൾ കുറവാണ്. HMPVക്ക് പ്രത്യേക ആന്റിവൈറൽ ചികിത്സയൊന്നുമില്ല. അതിനാൽ അതിന്റെ വ്യാപനം നിയന്ത്രിക്കുന്നതിന് പ്രതിരോധം പ്രധാനമാണെന്നും വിദഗ്ധർ പറയുന്നു. ജലദോഷത്തിന് കാരണമാകുന്ന മറ്റേതൊരു ശ്വാസകോശ വൈറസിനെയും പോലെയാണ് മെറ്റാപ് ന്യൂമോ വൈറസ്. പ്രായമായവരിലും ചെറുപ്പക്കാരിലും പനി പൊതുവായ ലക്ഷണമാണ്. ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും തൂവാല ഉപയോഗിക്കേണ്ടത് നിർബന്ധമാണ്. ജലദോഷമോ പനിയോ ഉള്ളപ്പോൾ ആവശ്യമായ സാധാരണ മരുന്നുകൾ കഴിക്കാം. അല്ലാത്ത പക്ഷം നിലവിലെ അവസ്ഥയെക്കുറിച്ച് പരിഭ്രാന്തരാകേണ്ടതില്ലെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. HMPV വൈറസ് ബാധയെ പ്രതിരോധിക്കാൻ വാക്സിനോ ആന്റിവൈറൽ തെറാപ്പിയോ നിലവിൽ ഇല്ലാത്തതിനാൽ രോഗബാധ ഏൽക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കേണ്ടത് നിർബന്ധമാണ്. കൈകൾ ഇടയ്ക്കിടെ സോപ്പ് ഉപയോഗിച്ച് വൃത്തിയാക്കുക. സാനിറ്റൈസർ ഉപയോഗിക്കുക. രോഗലക്ഷണങ്ങളുണ്ടെങ്കിൽ മാസ്ക് ധരിക്കുക. ഗുരുതര രോഗലക്ഷണങ്ങളുണ്ടെങ്കിൽ ഡോക്ടറുടെ സഹായം നിർബന്ധമായും തേടുക. രോഗാവസ്ഥയിൽ സെൽഫ് ഐസൊലേഷൻ നിർബന്ധമാണ്.